ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ശിവാനന്ദ മഹാരാജ് എഴുതിയ ദിവ്യാനന്ദം. ആമുഖം. തുടർച്ച. തിന്മയുടെ പ്രഹേളിക. ഈശ്വരൻ്റെ ആവിഷ്കാര രൂപമാണ് ഈ ലോകം. ലോകത്തിൻ്റെ ആനന്ദം അല്ലെങ്കിൽ ആഹ്ലാദം എല്ലാ രൂപങ്ങളും സ്വീകരിച്ചിരിക്കുന്നു. എല്ലാ ജീവികളും ഒരുപോലെയാണ്. സാർവത്രിക ഹൃദയം ഏറ്റവും ചെറിയ ജീവിയിലും സ്പന്ദിക്കുന്നു. എല്ലാ ജീവികളിലൂടെയും ഈശ്വരൻ ശ്വസിക്കുന്നു. ഒരു മാലയിലെ എല്ലാ പൂക്കളിലൂടെയും ഒരു നൂൽ പ്രവേശിക്കുന്നത് പോലെ ഒരേ ആത്മാവ് എല്ലാ ജീവികളെയും കോർത്ത് ഇണക്കുന്നു. എല്ലാവരിലുമുള്ള ഈ ആത്മാവിനെ ദർശിക്കൂ. എല്ലാവരെയും സേവിക്കുക. എല്ലാവരെയും സ്നേഹിക്കുക. എല്ലാവരോടും കാരുണ്യം കാണിക്കുക. നാനാത്വമെന്ന സങ്കല്പം ത്യജിക്കുക. ഈ ലോകം നല്ലതോ ചീത്തയോ അല്ല. മനസ്സിൻ്റെ സൃഷ്ടിയാണ് നല്ലതും ചീത്തയും. ചിന്തകളാണ് ഇതുപോലെയുള്ള ഭാവം ഉണ്ടാക്കുന്നത്. നല്ലവർക്ക് ലോകം നന്മ നിറഞ്ഞതാണ്. നന്നല്ലാത്തവർക്ക് ലോകം തിന്മ നിറഞ്ഞതാണ്. തിന്മ ഈ ലോകത്തിൽ ഉള്ളതല്ല, അത് മനസ്സിലുള്ളതാണ്. മനുഷ്യൻ തൻ്റെ മനസ്സിൻ്റെ പ്രതിഫലനമാണ് കാണുന്നത്. നിങ്ങൾ ഉത്തമനാണെങ്കിൽ ലോകം നല്ലതായി കാണപ്പെടും. എല്ലാ വസ്തുക്കളിലും സദാ ഈശ്വരനെ ദർശിക്കുക. നിങ്ങൾക്ക് തിന്മ കാണുവാൻ കഴിയുകയില്ല. നിങ്ങൾ എല്ലായിടത്തും നന്മ മാത്രമേ കാണുകയുള്ളൂ. നിങ്ങൾക്ക് ശാന്തി ലഭിക്കും. അസ്തിത്വത്തിൻ്റെ ഐക്യം. ഒരു ആത്മാവ് എല്ലാവരിലും വസിക്കുന്നു. ഒരു മനുഷ്യജാതി അവിടെ ഉണ്ട്. ഒരു ഭാതൃഭാവം ഉണ്ട്. ഒരു ആത്മഭാവം ഉണ്ട്. ആരും ഉയർന്നവരല്ല, ആരും താഴ്ന്നവരല്ല. എല്ലാവരും തുല്യരാണ്. വിവേചനം വ്യർത്ഥമാണ്. മനുഷ്യ നിർമ്മിതമായ പ്രതിബന്ധം നിഷ്കരുണം തകർക്കണം. അപ്പോൾ മാത്രമേ ഈ ലോകത്ത് സമാധാനം ഉണ്ടാകൂ. ഇവിടെ ഒരു ജാതി മാത്രമേ ഉള്ളൂ, മനുഷ്യജാതി. ഇവിടെ ഒരു മതമേ ഉള്ളൂ, സ്നേഹത്തിൻ്റെ മതം. ഇവിടെ ഒരു ശാസ്ത്രധർമ്മമേ ഉള്ളൂ, സത്യത്തിൻ്റെ ധർമ്മം. ഇവിടെ ഒരു നിയമമേ ഉള്ളൂ, കാരണവും ഫലവും. ഇവിടെ ഒരു ഈശ്വരനേ ഉള്ളൂ, സർവ്വവ്യാപിയും സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരൻ. ഇവിടെ ഒരു ഭാഷയേ ഉള്ളൂ, ഹൃദയത്തിൻ്റെ ഭാഷ അല്ലെങ്കിൽ നിശബ്ദതയുടെ ഭാഷ. എല്ലാ ജീവനും ഒന്നാണ്. ഈ ലോകം ഒരു വീടാണ്. എല്ലാവരും മാനവ കുടുംബത്തിലെ അംഗങ്ങളാണ്. അവയവങ്ങൾ പരസ്പരം സംയോജിച്ച ശരീരം പോലെ സൃഷ്ടികളെല്ലാം ചേർന്ന് അഖണ്ഡമായി സ്ഥിതി ചെയ്യുന്നു. ഒരു മനുഷ്യനും ആ അഖണ്ഡതയിൽ നിന്ന് സ്വതന്ത്രനല്ല. മറ്റുള്ളവരിൽ നിന്ന് ഭിന്നനായി നിൽക്കുന്നത് കാരണം അവൻ ദുരിതം അനുഭവിക്കുന്നു. ഭിന്നത മരണമാണ്. ഐക്യം ശാശ്വത ജീവിതമാണ്. വിശ്വസ്നേഹം വളർത്തുക. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക. എല്ലാവരെയും സ്വീകരിക്കുക. മറ്റുള്ളവരുടെ മൂല്യം അംഗീകരിക്കുക. മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് വേർതിരിക്കുന്ന വംശീയം, മതപരം, സ്വാഭാവികമായ പക്ഷഭേദം തുടങ്ങിയ എല്ലാ പ്രതിബന്ധങ്ങളെയും നശിപ്പിക്കൂ. എല്ലാവരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അദ്വൈത തത്വങ്ങളെ, അവിനാശിയായ സത്തിനെ മനസ്സിലാക്കുക. മൃഗങ്ങളെ സംരക്ഷിക്കുക. എല്ലാ ജീവിതവും പവിത്രമായിരിക്കട്ടെ. അപ്പോൾ ഈ ലോകം സൗന്ദര്യത്തിൻ്റെ പറുദീസയും ശാന്തിയുടെയും നിർവൃതിയുടെയും സ്വർഗവും ആയിരിക്കും. ഒരു ആത്മാവ് എല്ലാ ജീവജാലങ്ങളിലും വസിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ വെറുക്കുന്നത്? നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ പരിഹസിക്കുന്നത്, മറ്റുള്ളവരോട് കോപിക്കുന്നത്? നിങ്ങൾ എന്തിന് പരുഷവാക്കുകൾ ഉപയോഗിക്കുന്നു? നിങ്ങൾ മറ്റുള്ളവരെ ഭരിക്കുവാനും അവരിൽ അധീശത്വം പുലർത്തുവാനും എന്തിന് ശ്രമിക്കുന്നു? നിങ്ങൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നത് എന്തിന്? നിങ്ങൾ അസഹിഷ്ണുവാകുന്നത് എന്തിന്? ഇത് നിങ്ങളുടെ മൂഢതയല്ലേ? ഇത് തികച്ചും അജ്ഞാനമല്ലേ? ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പോലെ ജീവിക്കാൻ പഠിക്കുക. ഒരു മനുഷ്യവർഗം എന്ന ആശയത്തിനു വേണ്ടി ധൈര്യമായി നിലകൊള്ളുക. ഒരു ലോകത്തിൽ സമാധാനത്തോടെ ജീവിക്കുക. എല്ലാവരും ഈശ്വരൻ്റെ സന്താനങ്ങളാണ്. ഈ ലോകം മുഴുവൻ ഈശ്വരൻ്റെ ഒരു കുടുംബമാണിത്. അനുഭവിക്കുക. ഇത് മനസ്സിലാക്കുക. സന്തോഷത്തോടെ ജീവിക്കുക. ഒന്നിനെ എല്ലാവരിലും, എല്ലാവരെയും ഒന്നിനെയും കാണുക. ഞാനാണ് എല്ലാം എന്നും ഞാൻ എല്ലാത്തിലും ഉണ്ട് എന്നും മനസ്സിലാക്കുക. എല്ലാ ശരീരങ്ങളും എൻ്റേതാണ്. ഈ മുഴുവൻ ലോകവും എൻ്റെ ശരീരമാണ്. എൻ്റെ മനോഹരമായ വീടാണ്. ഞാൻ എല്ലാ കൈകളിലൂടെയും കർമ്മം ചെയ്യുന്നു. എല്ലാ വായുകളിൽ കൂടിയും ഞാൻ ഭക്ഷിക്കുന്നു. അനശ്വരനായ ആത്മാവായി എല്ലാവരിലും ഞാൻ വസിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഈ നിയമങ്ങൾ ദിവസവും പല പ്രാവശ്യം മനസ്സിൽ പറയുക. ഓംകാരം മനസ്സിൽ ജപിക്കുക. കാൽപന്തോ ടെന്നീസോ കളിക്കുമ്പോൾ
വെള്ളം കുടിക്കുമ്പോൾ, ആഹാരം കഴിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, സംഗീതം ആലപിക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, കുളിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, എഴുത്തെഴുതുമ്പോൾ, ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ, പ്രഭാതകൃത്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം ജീവൻ അല്ലെങ്കിൽ ആത്മാവ് ഏകമാണെന്ന് മനസ്സിലോർക്കുക. ഓരോ ചലനവും കർമ്മങ്ങളും ചിന്തകളും വികാരങ്ങളും ആത്മീയമയമാക്കുക. അതിനെ ഒരു യോഗയാക്കി മാറ്റുക. യോഗയും മതപരിശീലനവും. ആത്മാവിൻ്റെ പരിപൂർണതയ്ക്കുള്ള ബോധപൂർവവും സുസ്ഥിരവുമായ ശ്രമമാണ് യോഗ. മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ് യോഗയുടെ ലക്ഷ്യം. അത് മനസ്സിന് പിന്നിലുള്ള ആത്മാവിനെ വൈരൂപ്യമില്ലാതെ പ്രതിഫലിപ്പിച്ചേക്കാം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക, പതിവായി ധ്യാനിക്കുക. ഒരു യോഗിയാകുക, ഒരു യോഗിയാകുക, ഒരു യോഗി ആകുക. യോഗിയായി ജീവിക്കുകയും ഈ മഹത്തായ തത്വം പ്രചരിപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾ അകത്തേക്ക് നോക്കാനും ഉള്ളിൽ നിരീക്ഷിക്കാനും ആത്മപരിശോധന നടത്താനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ധ്യാനിക്കാനും മറന്നു. അതിനാൽ നിങ്ങൾ അജ്ഞരും തമസിൽ അകപ്പെട്ടവരുമായി. ആത്മപരിശോധന ചെയ്യുക, ഉള്ളിലേക്ക് നോക്കുക, നിങ്ങളുടെ ന്യൂനതകൾ പരിഹരിക്കുക. ഇതാണ് ശരിയായ സാധന. ഏറ്റവും കഠിനമായ സാധനയാണിത്. എന്ത് വില കൊടുത്തും നിങ്ങൾ ഇത് ചെയ്യേണ്ടി വരും. ബുദ്ധിപരമായ വികാസം ഒന്നുമല്ല, ഇത് കൂടുതൽ എളുപ്പമാണ്. ബറോഡയിലെ സെൻട്രൽ ലൈബ്രറിയിലോ കൊൽക്കത്തയിലെ ഇംപീരിയൽ ലൈബ്രറിയിലോ ഒരു ഡിക്ഷണറിയുമായി 3 മുതൽ 6 വർഷം വരെ ഇരിക്കുക. നിങ്ങളുടെ ബുദ്ധി വികസിപ്പിക്കാൻ കഴിയും. പക്ഷേ ന്യൂനതകൾ ദൂരീകരിക്കാൻ ഏറെ വർഷങ്ങൾ കഠിന പ്രയത്നം ചെയ്യേണ്ടതായിട്ടുണ്ട്. പല ദുഷിച്ച ശീലങ്ങളിൽ നിന്ന് മോചനം നേടേണ്ടി വരും. ഗീതയിലെ ഉപനിഷത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ഒരാഴ്ച ചെയ്യുന്ന മണ്ഡലാധിപതികളുണ്ട്. അവർ എല്ലാവരുടെയും ബഹുമാനം ആഗ്രഹിക്കുന്നു. പക്ഷേ അവർക്ക് പല ദൂഷ്യങ്ങളും ഉള്ളതുകൊണ്ട് സാധാരണ ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നില്ല. അവർ ആത്മപരിശോധന നടത്തിയിട്ടില്ല. അവരുടെ സ്വഭാവ ദൂഷ്യം പരിഹരിക്കാനായി അവർ കഠിന സാധന അനുഷ്ഠിച്ചിട്ടില്ല. അവർ അവരുടെ ബുദ്ധി മാത്രം വികസിപ്പിച്ചു. എന്തൊരു കഷ്ടം! ബുദ്ധി അവസാനിക്കുന്നിടത്ത് ശരിയായ മതം ആരംഭിക്കുന്നു. അശുദ്ധമായ ഹൃദയത്തിനോ അഹങ്കാരം നിറഞ്ഞ ബുദ്ധിക്കോ മതത്തിൻ്റെ തത്വം മനസ്സിലാക്കാൻ കഴിയില്ല. മനുഷ്യ മനസ്സിലെ ശാശ്വതമായ ആത്മീയ പ്രകാശത്തിൻ്റെ പ്രകടനമാണ് മതം. മനുഷ്യനിലുള്ള ദൈവീകത സ്പഷ്ടമാക്കി കൊടുക്കുക എന്നതാണ് മതത്തിൻ്റെ താൽപ്പര്യം. നിഷ്ഠയോടെയുള്ള പ്രാർത്ഥനയും ധ്യാനവും മതത്തിൻ്റെ 2 പ്രധാന സ്തംഭങ്ങളാണ്. നിരന്തരമായ പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടി നിസ്വാർത്ഥ സേവനവും ത്യാഗവും ചേർന്ന ജീവിതം ഏറ്റവും ഉയർന്ന മതമാണ്. മതപരിശീലനം എന്നാൽ ധാർമ്മികത, നന്മ, നീതി, സത്യം, സ്നേഹം, പരിശുദ്ധി മുതലായവയാണ്. ധാർമ്മികതയുള്ള മനുഷ്യൻ ശരിയായ ആത്മീയതയുള്ള മനുഷ്യനാണ്. മതത്തിൻ്റെ ഉച്ചത്തിലുള്ള ഘോഷം ഇതാണ്: നല്ലവരാകുക, നല്ലത് ചെയ്യുക, പരിശുദ്ധനാകുക, ദയാലുവും ആർദ്രചിത്തനുമാകുക, എല്ലാവരെയും സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക, എല്ലാവരിലും ഈശ്വരനെ ദർശിക്കുക. ഈ നിയമങ്ങളുടെ പരിശീലനം അസ്തിത്വത്തിൻ്റെയും ഉള്ളിലും പുറത്തുമുള്ള ദിവ്യ ചൈതന്യത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെയും അവബോധം മനുഷ്യനിൽ ഉണർത്തും. മതം ജീവിതമാണ്, ജീവിതം ത്യാഗമാണ്. ഒരാൾ സൂക്ഷ്മതയോടെ മതഭക്തി നിർവഹിച്ചേക്കാം, എന്നാലും ഹൃദയത്തിലും സ്വഭാവത്തിലും അവിശ്വാസിയുമായിരിക്കാം. മനുഷ്യജീവിതത്തിൽ മതം സജീവമായ അനുഭവമായിരിക്കണം. മതം ജീവിക്കുന്നു, അത് സംസാര വിഷയമോ കാഴ്ചവസ്തുവോ അല്ല. യഥാർത്ഥ മതം ഹൃദയത്തിൻ്റെ മതമാണ്. ആദ്യം ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. നിസ്വാർത്ഥ സേവനത്തിൻ്റെ പാത. ഹൃദയത്തിൻ്റെ മതം ആചരിക്കുക, സ്നേഹത്തിൻ്റെ ഭവനം നിർമ്മിക്കുക. നിസ്വാർത്ഥ സേവനം ഹൃദയത്തെ പരിശുദ്ധമാക്കുകയും ആത്മീയ പ്രകാശത്തിൻ്റെ സ്വീകരണത്തിനായി അതിൻ്റെ വാതിലുകൾ തുറക്കുകയും ചെയ്യുന്നു. നിസ്വാർത്ഥ സേവനത്തിൽ മുഴുകുക. ദുഃഖം അനുഭവിക്കുന്ന ഒരാളെ സന്തോഷിപ്പിക്കുക. അവശനായ ഒരു മനുഷ്യന് ധൈര്യം നൽകുക. വേദന അനുഭവിക്കുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുക. സങ്കടം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ ദയയും സ്നേഹവുമുള്ള വാക്കുകളാൽ സമാധാനിപ്പിക്കുക. നിരാശനായിരിക്കുന്ന ഒരാളെ പുഞ്ചിരിപ്പിക്കൂ. പാത നഷ്ടപ്പെട്ടവർക്ക് ഒരു ദീപമായി തീരുക. പീഡിതരായ രോഗികൾക്ക് ഡോക്ടറും നഴ്സും ആയിരിക്കുക. അമരത്വത്തിലേക്കും നിർഭയത്വത്തിലേക്കും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് തോണിയായും പാലമായും വർത്തിക്കുക. പരമാവധി
കഴിവിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യുക. ശേഷം ഈശ്വരന് വിട്ടുകൊടുക്കുക. എല്ലാ കർമ്മങ്ങളും മമതയില്ലാതെ ഈശ്വരാർപ്പണമായി ചെയ്യുക. അങ്ങനെയായാൽ കർമ്മങ്ങൾ നിങ്ങളെ ബന്ധിക്കുകയില്ല. ഇതുമൂലം നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമാകും. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ആത്മീയമാക്കുക. നിങ്ങളുടെ കണ്ണുകൾ കാരുണ്യത്തോടെ നോക്കുകയും നാക്ക് മാധുര്യത്തോടെ സംസാരിക്കുകയും കൈകൾ മൃദുവായി സ്പർശിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ബുദ്ധനെ പോലെ ആർദ്രചിത്തനും ഭീഷ്മരെ പോലെ പരിശുദ്ധനും ഹരിശ്ചന്ദ്രനെ പോലെ സത്യസന്ധനും ഭീമനെ പോലെ ധൈര്യശാലിയുമാകണം. നിങ്ങളുടെ മനസ്സ് ഈശ്വര ചിന്തകളാലും ഹൃദയം പരിശുദ്ധി കൊണ്ടും കൈകൾ നിസ്വാർത്ഥ സേവനത്തിലൂടെയും പോഷിപ്പിക്കുക. ഏകാഗ്രമായ മനസ്സോടെ ഈശ്വര സ്മരണയിൽ നിമഗ്നനാകുക. ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈശ്വരന് ഒരു വലിയ പദ്ധതി ഉണ്ട്. നമുക്ക് നമ്മുടെ ഭാഗങ്ങൾ അഭിനയിക്കാനുണ്ട്. ഈ വിശ്വനാടകത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗം നന്നായി അഭിനയിക്കുക. എന്നാൽ നിങ്ങളെ ബന്ധനത്തിൽ പെടുത്തരുത്. ഈശ്വരൻ്റെ പാതാരവിന്ദങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ ദൃഢമായി നിർത്തുക. നിങ്ങൾ ലൗകികമായ ആനന്ദസാഗരത്തിൽ നീന്തും. മാംസവും എല്ലും നിറഞ്ഞ ഈ ശരീരത്തിൽ മമത ഉണ്ടാകരുത്. പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ ഈ ശരീരത്തെ എവിടെയെങ്കിലും വലിച്ചെറിയുക. ഈ ശരീരത്തെ ഏത് നിമിഷവും ഉപേക്ഷിക്കാൻ നിങ്ങളുടെ മനസ്സിനെ സജ്ജമാക്കുക. പൂർണ്ണമായും ഭയരഹിതരായിരിക്കുക. ഏതുവരെ ദേഹബോധം ചെറിയ തോതിലെങ്കിലും ഉണ്ടോ അതുവരെ ആത്മസാക്ഷാത്കാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ധൈര്യമുള്ള സ്വഭാവം, സാഹസികത, പൗരുഷം ഇവ പ്രദർശിപ്പിക്കുക. ഞാൻ മരിക്കും അല്ലെങ്കിൽ സാക്ഷാത്കാരം നേടും എന്ന് ദൃഢസങ്കല്പം ചെയ്യുക. ജനനം, മരണം, ബന്ധനം, സ്വാതന്ത്ര്യം, ആനന്ദം, വേദന, ലാഭം, നഷ്ടം എല്ലാം മനസ്സിൻ്റെ സൃഷ്ടികളാണ്. ദ്വന്ദ്ഭാവങ്ങളിൽ നിന്ന് അതീതരാകണം. നിങ്ങൾ ഒരിക്കലും ജനിച്ചിട്ടില്ല. നിങ്ങൾ ഒരിക്കലും മരിക്കുകയുമില്ല. പ്രേമമേ, നിങ്ങൾ അനശ്വരമായ ആത്മാവാണ്. 3 കാലങ്ങളിലും നിങ്ങൾ സ്വതന്ത്രരാണ്. പഞ്ചഭൂതാത്മകമായ ഈ ശരീരമാണ് വരുന്നതും പോകുന്നതും. ഹേ പ്രേമമേ, നീ ജീവിക്കുന്ന സത്യമാണെന്ന് തിരിച്ചറിയുക. മായാജന്യമായ നാമരൂപങ്ങൾ, അവാസ്തവമായ നിളവ് രൂപങ്ങൾ, ഇവയ്ക്ക് ആധാരമായ ഒരേ സത്തയിൽ നിന്ന് അഭേദ്യനല്ല നീ എന്ന് മനസ്സിലാക്കുക. പ്രകാശങ്ങളുടെ പ്രകാശമായ ബ്രഹ്മത്തിൽ നീ സ്ഥിരപ്രതിഷ്ഠ നേടുക. ഒന്നിനും നിങ്ങളെ ശല്യപ്പെടുത്താൻ കഴിയുകയില്ല. നിങ്ങൾ അഭേദ്യനായി തീർന്ന് ഇത് അനുഭവിക്കുക. നിങ്ങൾ അഗാധമായ ധ്യാനത്തിൽ പരമമായ നിശബ്ദതയിലിരിക്കുമ്പോൾ ലഭിക്കുന്ന ആത്മജ്ഞാനത്തിലൂടെ എൻ്റെ കുട്ടി ഇത് അനുഭവിക്കൂ. ഇപ്പോൾ മരണത്തിൻ്റെ അതിദേവത നിങ്ങളുടെ മുൻപിൽ നടുങ്ങും. നിങ്ങളുടെ ആജ്ഞാപ്രകാരം സൂര്യൻ പ്രകാശിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നു, കാറ്റ് വീശുന്നു. നിങ്ങളുടെ ആജ്ഞയാൽ ഇന്ദ്രൻ, പ്രജാപതി, അഗ്നി, വരുണൻ എന്നിവർ അവരവരുടെ കർത്തവ്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ കാലദേശകാരണങ്ങൾക്ക് അതീതനാണ്. ഇപ്പോൾ നിങ്ങൾ മായയെ ഭയപ്പെടരുത്. ഇപ്പോൾ മായ പൂർണ്ണമായും നിങ്ങളുടെ തികഞ്ഞ നിയന്ത്രണത്തിലാണ്. ആ കാണുന്ന പാറ പോലെ ഉറച്ചു നിൽക്കുക. ഒരു സിംഹത്തെപ്പോലെ ഈ ലോകത്തിൽ സഞ്ചരിക്കുക. സംസാരമാകുന്ന ചളിക്കുണ്ടിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന യുവാക്കളെ, ആത്മാക്കളെ ഉയർത്തുക. ആത്മജ്ഞാനം പ്രചരിപ്പിക്കുക. മറ്റുള്ളവരുമായി അത് പങ്കുവയ്ക്കുക. സർവസാമാന്യവും ഉദാരവും സാർവലൗകികവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സ്വഭാവമുള്ളവനാകുക. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സ്വഭാവമുള്ളവനായും എല്ലാവരെയും സ്നേഹിക്കുക. എല്ലാവരോടും ദയ കാണിക്കുക. നിങ്ങളുടെ ഹൃദയം വിശാലമാക്കുക. നിങ്ങൾക്ക് വിഷം നൽകാൻ ആലോചിക്കുന്ന, നിങ്ങളുടെ കഴുത്ത് മുറിക്കാൻ കത്തിയെടുക്കുന്ന മനുഷ്യന് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം നൽകുക. വേദാന്തം പ്രാവർത്തികമാക്കുക. അദ്വൈത ധർമ്മ പ്രചാരകനാകുക. നിന്റെ സ്വന്തം ആത്മാവിനെ ആശ്രയിക്കുക. നിന്നിലുള്ള ആത്മജ്ഞാനശക്തിയെ അവലംബിക്കുക. നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കുക. ധനത്തെയോ സുഹൃത്തുക്കളെയോ മറ്റുള്ളവരെയോ ആശ്രയിക്കരുത്. സ്നേഹിതന്മാരെ പരീക്ഷിക്കുമ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിക്കും. ബുദ്ധദേവൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പോലും വിശ്വസിച്ചിരുന്നില്ല. ഗുരുതരമായി രോഗബാധിതനായപ്പോൾ വെള്ളം കുടിക്കാനായി അദ്ദേഹം തവളയെപ്പോലെ ചാടി നദീതീരത്തേക്ക് പോയി. ഒരു മനുഷ്യനോടും ഒരു സ്ഥലത്തോടും ഒരു വസ്തുവിനോടും ബന്ധനം ഇല്ലാതിരിക്കട്ടെ. ധനം ആർജിക്കുവാനുള്ള ആഗ്രഹം ഇല്ലാതിരിക്കട്ടെ. സമ്പത്ത് വേദന നൽകുന്നു. അനശ്വരനായ അന്തര്യാമിയോട്, ആത്മാവിനോട് താതാത്മ്യം പ്രാപിച്ച് പൂർണ്ണമായും സ്വതന്ത്രനാകും. സമസ്ത ലോകത്തെയും വെല്ലുവിളിക്കും.
ഹേ പ്രേമമേ, എഴുന്നേൽക്കൂ, എന്നെ പിന്തുടരുക. ആത്മാനന്ദം അനുഭവിക്കുക. ആത്മജ്ഞാനമാകുന്ന നദി ചുറ്റും പ്രവഹിക്കുന്നു. ആത്മാനന്ദത്തിൻ്റെ പ്രളയം അവിടെ ഉണ്ട്. നിന്റെ ഹൃദയം തൃപ്തമാകുന്നതുവരെ ഈ അമൃതപാനം ചെയ്യുക. ലോകത്തെക്കുറിച്ച് ചിന്ത വേണ്ട. സ്വന്തം പാതയിലൂടെ സഞ്ചരിക്കൂ. മറ്റുള്ളവർ സമ്പത്ത് സമാഹരിച്ച് കോടീശ്വരന്മാരും മിൽ മുതലാളിമാരും ആകട്ടെ, അവർ ലുബ്ധന്മാരാണ്. മറ്റുള്ളവർ നിയമജ്ഞരും ഹൈക്കോടതികളിൽ ന്യായാധിപന്മാരും ഭരണാധികാരികളും ആകട്ടെ, അവർ ഇപ്പോഴും അജ്ഞാനികളാണ്. ഒട്ടും ശ്രദ്ധിക്കരുത്. ആത്മീയ സമ്പത്തിന്, ആത്മജ്ഞാനമാകുന്ന സമ്പത്തിനു മുന്നിൽ 3 ലോകങ്ങളിലുമുള്ള സമ്പത്ത് വൈക്കോലിന് തുല്യമാണ്. ആത്മാനന്ദമാകുന്ന സമുദ്രത്തോട് താരതമ്യം ചെയ്യുമ്പോൾ 3 ലോകങ്ങളിലുമുള്ള സന്തോഷം ഒരു തുള്ളി മാത്രമാണ്. ആത്മജ്ഞാനത്തിനോട് താരതമ്യം ചെയ്യുമ്പോൾ ഭൗതിക ശാസ്ത്രജ്ഞാനം വെറും ഉമിയാണ്. ആത്മാവിൻ്റെ അമൂല്യമായ നിധികൾ ഇതാ നിന്റെ മുമ്പിലുണ്ട്. ബ്രഹ്മജ്ഞാനമാകുന്ന അക്ഷയനിധി ഇവിടെയുണ്ട്. ഈ സമ്പത്ത് ആസ്വദിക്കുക. ഒരിക്കലും നശിക്കാത്ത തത്വജ്ഞാനമാകുന്ന ധനം കൊള്ളക്കാരനോ കള്ളനോ അപഹരിക്കുകയില്ല. പാപ്പരാവുകയില്ല. ബാങ്ക് പൊളിയില്ല. നിർധനത്വമില്ല. ആത്മീയ നിധിയെ, ബ്രഹ്മ തേജസ്സിനെ സ്വന്തമാക്കി നിരന്തരം അനുഭവിക്കുക. നിങ്ങൾ ഇപ്പോൾ രാജാക്കന്മാരുടെ രാജാവ്, ഷാമാരുടെ ഷാ, ചക്രവർത്തിമാരുടെ ചക്രവർത്തിയാണ്. പ്രേമമേ, ഇന്ദ്രനും ബ്രഹ്മാവിനും നിന്നോട് അസൂയ ഉണ്ടാകും. ആത്മജ്ഞാനമാകുന്ന അവിനാശിയായ ഈ ധനം നാനാഭാഗത്തും പ്രചരിപ്പിക്കും. നിനക്ക് കീർത്തി ഉണ്ടാകട്ടെ. നിനക്ക് എപ്പോഴും ശാന്തി ഉണ്ടാകട്ടെ. ഓം.